കമ്മ്യൂണിസ്റ്റ് രഹസ്യങ്ങൾ എന്ന് പറയുന്ന വാർത്താ പരമ്പരയുടെ മൂന്നാം ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ എം.എൻ. റോയിയെക്കുറിച്ച്, റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്തു. റഷ്യയിലുണ്ടായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അപ്പോഴൊരു സംശയം, ഇന്ത്യയിൽ എങ്ങനെയാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്ഭവം, വളർച്ച, ഇത്തരം കാര്യങ്ങളാണ്. നമുക്ക് അതിലേക്ക് കൂടെ കടന്നുകൂടെ? അതെ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിക്കും വേര് പിടിച്ചത് ബംഗാളിലാണ്. അപ്പോൾ ബംഗാളിൽ തന്നെ ഈ മറ്റേ മുഹാജിറുകൾ നമ്മൾ പറഞ്ഞില്ലേ, ഹിജറാത്ത് എന്ന് പറഞ്ഞ തുർക്കിയിലെ സുൽത്താനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ നടത്തിയ യാത്ര, അതിൽ പെട്ട കുറേ ആളുകളെ താഷ്കൻഡിൽ വെച്ച് പിടികൂടിയിട്ടാണ് എം.എൻ. റോയി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യമുണ്ടായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സത്ത എന്ന് പറയുന്നത് ഇസ്ലാം ആണ്. ഇസ്ലാമും ജിഹാദും ആണ് അതിൻ്റെ സത്ത. അപ്പോൾ ബംഗാളിലാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേര് ആഴ്ത്തിയത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഹിജറാത്ത് എന്ന് പറഞ്ഞിട്ട് തുർക്കിയിലെ ഖലീഫയെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി പോയ ആളുകളുടെ യാത്ര ഹിജറാത്ത് എന്ന് പറയും. അതിൽപ്പെട്ട ആളുകളൊക്കെ ഇന്ത്യയിലേക്ക് കുറേ പേര് മടങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ ബംഗാളിൽ പ്രധാനമായിട്ടും മുസഫർ അഹമ്മദിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് പാർട്ടി ഉണ്ടാകുന്നത്. 1920കളുടെ തുടക്കത്തിൽ തന്നെ അവിടെ പാർട്ടി ഉണ്ടാകുന്നുണ്ട്. മുസഫർ അഹമ്മദ് പാർട്ടിയുടെ ആദ്യ നാളുകൾ എന്നൊക്കെ പറഞ്ഞ് പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുമുണ്ട്. പക്ഷെ മുസഫർ അഹമ്മദ് പറഞ്ഞതിൻ്റെ അപ്പുറം നമുക്ക് പോകണമല്ലോ. മുസഫർ അഹമ്മദ് അദ്ദേഹത്തിന് വേണ്ടതും പാർട്ടിക്ക് വേണ്ടതുമായ രീതിയിൽ ഉള്ള ഒരാഖ്യാനമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ മുസഫർ അഹമ്മദിന് തന്നെ ഈ എം.എൻ. റോയി ബന്ധപ്പെട്ടിരുന്ന ആദ്യകാല അനുശീലൻ സമിതി തുടങ്ങിയ ഭീകര സംഘടനകളുണ്ട്. അതിൽ നിന്നുള്ള ഹിന്ദുക്കളെ വീണ്ടും ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനോട് എതിർപ്പുണ്ടായിരുന്ന ആളാണ് മുസഫർ അഹമ്മദ്. അങ്ങനെ ഒരു ഹിന്ദു തീവ്ര സംഘടനയായിട്ട് പാർട്ടി അവിടെ മാറരുത്, കൂടുതലും അതിൻ്റെ അകത്ത് മുസ്ലിങ്ങൾ വേണം എന്നൊക്കെയുള്ള താല്പര്യം ഉണ്ടായിരുന്ന ആളാണ് അവിടെ പാർട്ടിയുടെ തലപ്പത്ത് വന്ന മുസഫർ അഹമ്മദ്. അതിൻ്റെ പേരിൽ തന്നെ എം.എൻ. റോയിയുമായിട്ട്, പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള എം.എൻ. റോയിയുമായിട്ട്, താഷ്കൻഡിൽ ഇന്ത്യൻ പാർട്ടി സ്ഥാപിച്ച എം.എൻ. റോയിയുമായിട്ട് അക്കാര്യത്തിൽ അകൽച്ചയും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സത്തയും ഇസ്ലാം ആയിരുന്നു. കോർ ഓഫ് ദി പാർട്ടി വാസ് ഇസ്ലാം എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധി ഒരു ഭാഗത്ത് 1920 നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങി. ആ നിസ്സഹകരണ പ്രസ്ഥാനം അത് കോൺഗ്രസിനെ സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ പ്രസ്ഥാനമായിട്ടാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ബ്രിട്ടനോട് നിസ്സഹകരണം പ്രഖ്യാപിക്കുക, ബ്രിട്ടീഷ് വസ്ത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബഹിഷ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് പിന്നെ മുസ്ലിങ്ങളൊക്കെ ബ്രിട്ടീഷ് പട്ടാളത്തിൽ നിന്ന് പലായനം ചെയ്യുകയും ഡെസർട്ട് ചെയ്യുക എന്ന് പറയും, അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഹിന്ദു പുനരുദ്ധാനം കൂടി അതിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിയെ സംബന്ധിച്ച്, ഗാന്ധി രാമരാജ്യത്തിൻ്റെ ആളാണല്ലോ. അപ്പോൾ അങ്ങേരുടെ പ്രസ്ഥാനത്തിൻ്റെ കണ്ടന്റ് മതപരം കൂടിയാണ്, ഉള്ളടക്കം ഗാന്ധിയെ സംബന്ധിച്ച്. പുള്ളി ഹിന്ദു മതത്തിലെ കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ശ്രീരാമനെയൊക്കെ എടുത്ത് ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം. അപ്പോൾ ഇവിടെ ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ആ കാലത്തില്ല ഇന്ത്യയിൽ. പക്ഷേ റഷ്യയിലെ മാറ്റങ്ങൾ, സോവിയറ്റ് യൂണിയനിൽ വലിയ മാറ്റങ്ങളാണ് 1917 വിപ്ലവം കൊണ്ടുവന്നത്. അപ്പോൾ ലോകമാകെ സോവിയറ്റ് യൂണിയനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. റഷ്യൻ വിപ്ലവം നടക്കുന്നു. വിപ്ലവം നടന്നു 1900. വലിയ മാറ്റങ്ങളാണ്. ഇനി ഭൂഷകൾ വേണ്ട, മുതലാളിത്തമൊക്കെ ഇല്ലാണ്ടായി, തൊഴിലാളി വർഗ പാർട്ടി വരുന്നു അല്ലേ. ഇനി വിപ്ലവം നടന്നു, ഇനി പാവപ്പെട്ടവർക്ക് എന്തോ ആകാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുതലാളിത്ത രാജ്യങ്ങളാണെങ്കിൽ ഭയപ്പാടോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം കോർപ്പറേറ്റുകളൊക്കെ ഉണ്ടല്ലോ ആ കാലത്തെ, കമ്പനികളൊക്കെ, ഇതൊക്കെ പൂട്ടേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ച് യൂറോപ്പിലും അമേരിക്കയിലും വലിയ ആശങ്കയിലാണ് മുതലാളിത്ത ലോകം ആ സമയത്ത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി കാൾ മാർക്സിൻ്റെ പേര് ഒരു ലേഖനത്തിൽ പറയുന്നത് ബാൽ ഗംഗാധർ തിലക് ആണ്. തിലകൻ മറാഠ എന്ന് പറഞ്ഞ
മറാത്തി പത്രത്തിലെ ഒരു ലേഖനത്തിലാണ് കാൾ മാർക്സിൻ്റെ പേര് ആദ്യമായിട്ട് ബാൽ ഗംഗാധർ തിലക് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് സോഷ്യലിസത്തിനെ പറ്റി, ബോൾഷെവിസത്തിനെ പറ്റി ഒക്കെ എഴുതുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ ബാൽ ഗംഗാധർ തിലകാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ആദ്യത്തെ 4-5 വലിയ ആളുകൾ, ഡാങ്കെയൊക്കെ പോലുള്ളവർ, ഇവർ മുഴുവൻ ബാൽ ഗംഗാധർ തിലകിൻ്റെ ശിഷ്യന്മാരാണെന്ന് മാത്രമല്ല, ആദ്യത്തെ നേതാക്കളൊക്കെ ബ്രാഹ്മണരുമാണ്. പാർട്ടിയുടെ ആദ്യത്തെ പോളിറ്റ് ബ്യൂറോയിൽ 4 പേരും ബ്രാഹ്മണരാണ്, 4 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ. അപ്പോൾ ഡാങ്കെ തിലകിൽ നിന്നാണ് ഇതൊക്കെ കേൾക്കുന്നത്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. അപ്പോൾ 1915 ബാൽ ഗംഗാധർ തിലക് ജയിലിൽ നിന്നൊക്കെ എഴുതുന്ന ഗീതാ രഹസ്യം എന്ന് പറഞ്ഞ പുസ്തകം എൻ്റെ കയ്യിലുള്ളതാണ്. ഈ ഭഗവത്ഗീതയുടെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പലരും എഴുതിയതിൻ്റെ ഒരു ശേഖരം തന്നെ എൻ്റെ കയ്യിലുണ്ട്, ഗാന്ധിയുടെ ഉൾപ്പെടെ. അപ്പോൾ അതിൽ 1915 ഗീതാ രഹസ്യം ബാൽ ഗംഗാധർ തിലക് വ്യാഖ്യാനിക്കുന്നു ഭഗവത്ഗീതയെ. അതാണ് ഡാങ്കെയെ സ്വാധീനിക്കുന്നത്. എസ് എ ഡാങ്കെ, ശ്രീപദ് അമൃത് ഡാങ്കെ സ്വാധീനിക്കുന്നത്. വേദത്തിൽ വലിയ താല്പര്യമുള്ള ആളായിരുന്നു ഡാങ്കെ. അപ്പോൾ ഡാങ്കെയുടെ ആദ്യത്തെ പുസ്തകം ഗാന്ധി വേഴ്സസ് ലെനിൻ എന്നാണ്. ലെനിൻ ആണ് പ്രധാന ബിംബം എന്ന് പറഞ്ഞിട്ട് ഗാന്ധിയെ പാർശ്വവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് ഡാങ്കെയുടെ പുസ്തകം ഗാന്ധി വേഴ്സസ് ലെനിൻ. പക്ഷേ ലെനിനെ പ്രധാന ബിംബമാക്കി എഴുതിയ ആ പുസ്തകത്തിൽ തന്നെ നമ്മുടെയൊക്കെ രക്ഷകൻ ബാൽ ഗംഗാധർ തിലക് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉള്ളടക്കമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ദൈവിക പീഠത്തിലാണ് തിലകനെ ഡാങ്കെ അതിൽ അവരോധിച്ചിരിക്കുന്നതും പ്രതിഷ്ഠിച്ചിരിക്കുന്നതും. അതുപോലെ ആദ്യത്തെ നേതാവ് എസ് വി ഘാട്ടെ കോഴിക്കോട് പാളയത്തിലെ പച്ചക്കറി കടയുടെ മുകളിൽ വന്നിട്ടാണല്ലോ EMS കമ്മ്യൂണിസ്റ്റ് ആക്കുന്നത്. എസ് വി ഘാട്ടെ ആദ്യത്തെ 4-5 പേരുടെ സമ്മേളനം, NC ശേഖർ ഉൾപ്പെടെയുള്ള ആളുകളുടെ. അപ്പോൾ NC ശേഖറിൻ്റെ പേര് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം പാർട്ടിയുടെ സ്ഥാപകരുടെ കൂട്ടത്തിൽ EMS എഴുതിയ ലേഖനത്തിൽ ശേഖറിനെ ഒഴിവാക്കിയിട്ടുണ്ട്, മനഃപൂർവ്വം. കാരണം പിന്നീട് ലവി അടച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശേഖറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നുണ്ടല്ലോ. അപ്പോൾ എസ് വി ഘാട്ടെയും യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. ഇന്ത്യൻ തത്വചിന്ത, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ, ഇവരൊക്കെയാണ് എസ് വി ഘാട്ടെയുടെയും ആരാധന പുരുഷന്മാരായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഈ മതപരമായ ഉള്ളടക്കമുള്ള ഒരു സ്വദേശി പ്രസ്ഥാനം, ഒരു ശകലം സോഷ്യലിസ്റ്റ് ആശയങ്ങളൊക്കെ ഉള്ളത് എന്ന് പറയാവുന്നത്. അപ്പോൾ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക ഘടകമാണല്ലോ ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം, സാമ്പത്തിക ഘടകം, ഇക്കണോമിക്സ്. ഇത് ഗാന്ധിയുടെ ആശയങ്ങളിൽ വലുതായിട്ട് കടന്നു വരുന്നില്ലല്ലോ, ആ കാലത്ത് തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ മതം മനുഷ്യനെ ധാർമ്മികമായി ശുദ്ധീകരിക്കും എന്നുള്ള കാഴ്ചപ്പാടാണ് ഗാന്ധിക്കുള്ളത്. അപ്പോൾ ജാതിയാണ് സോഷ്യലിസത്തിൻ്റെ ആധാരം എന്ന് ഗാന്ധിയും വിവേകാനന്ദനും ഒക്കെ, അവരൊക്കെ ഈ ചാതുർവർണ്ണയത്തിനെയൊക്കെ അത്യാവശ്യം അനുകൂലിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ കരുതുന്ന ആളുകളാണ്. ഭഗവത്ഗീതയിൽ ഭഗവത്ഗീതയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട് എന്ന് കാണുന്ന ആളാണ് ബാൽ ഗംഗാധർ തിലക്. അതാണ് ബാൽ ഗംഗാധർ തിലകിനുള്ള വ്യത്യാസം. 1920 ബാൽ ഗംഗാധർ തിലക് നടത്തിയൊരു പ്രഭാഷണത്തിൽ ഇത്തരം ആശയങ്ങൾ കടന്നു വരുന്നുണ്ട്. 1920 തന്നെ ബാൽ ഗംഗാധർ തിലക് പറയുന്നത്, മൂലധനത്തിനും മേൽ ബോൾഷെവിസത്തിൻ്റെ ഒരു അധ്വാനം, അത് ബോൾഷെവിസത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളുടെ അധ്വാനം എന്ന് പറയുന്നുണ്ടല്ലോ, അത് മൂലധനത്തിൻ്റെ മുകളിൽ നിൽക്കും എന്ന് പറയുന്നതാണ് ബോൾഷെവിസം എന്നൊക്കെ അദ്ദേഹം പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. ഹിന്ദു മതത്തിലും ഇസ്ലാമിലും അതങ്ങനെ തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈക്വാളിറ്റി എന്ന് പറയുന്ന ആശയമുണ്ടല്ലോ, സമത്വം, അത് രണ്ടിലും അങ്ങനെ തന്നെയാണ്. സമത്വം എന്ന് പറയുന്നത് അദ്വൈതത്തിൻ്റെ ഭാഗമായിട്ടും സമത്വത്തിനെ
വ്യാഖ്യാനിക്കാമല്ലോ. അതെ. എല്ലാവരും ഈശ്വരനും എല്ലാം ഒന്ന് തന്നെ എന്നല്ലേ പറയുന്നത്. അദ്വൈതം രണ്ടില്ല എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതിനാൽ ഈ ബോൾഷെവിസത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തിലകൻ്റെ പ്രഭാഷണങ്ങളിലും രചനകളിലും, ആദ്യമായിട്ട് മാർക്സിനെ ഇന്ത്യയിൽ പരാമർശിച്ച തിലകൻ്റെ രചനകളിലും കാണാം. അപ്പോൾ ആത്മശക്തി എന്ന് പറഞ്ഞൊരു പത്രം ആ കാലത്ത് ഉണ്ടാകുന്നുണ്ട്. ജുഗന്തർ എന്ന് പറഞ്ഞിട്ടൊരു തീവ്രവാദി സംഘടനയുണ്ട്, പ്രധാനമായിട്ടും ബംഗാളിൽ രൂപപ്പെട്ടത്. ഒരുമാതിരി ഈ ബംഗാളിലെ നേതാക്കളൊക്കെ ജുഗന്തറുമായിട്ടോ അനുശീലൻ സമിതിയായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടവരാണ്, സുഭാഷ് ചന്ദ്രബോസിനെ പോലെയൊക്കെ ഉള്ള ആളുകളൊക്കെ. അപ്പോൾ ജുഗന്തർ എന്ന് പറഞ്ഞ സംഘടനയുടെ ആത്മശാന്തി പത്രത്തിൽ എൻ റോയ് ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ അകത്ത് 1922 നവംബർ 22 ലക്കത്തിൽ കമ്മ്യൂണിസം ഇന്ത്യൻ സത്തയിൽ എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം, അങ്ങേര് ചക്കലം ഹിന്ദു മതത്തിനെ ഒക്കെ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് അതും കൂടി ചേർത്താലേ ആളുകളിലേക്ക് കയറുള്ളൂ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ലേഖനമൊക്കെ എഴുതി. ഗാന്ധി ആണെങ്കിൽ ഗ്രാമസ്വരാജ് അല്ലേ, അടിത്തട്ടിൽ പഞ്ചായത്തുകൾ, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞ ആശയമായിട്ടാണ് ഗാന്ധി രംഗത്ത്. ചാതുർവർണ്ണ്യം സമൂഹത്തിലെ ഒരു സ്വാഭാവിക ക്രമം മാത്രമാണെന്നാണ് ഗാന്ധിയുടെ കാഴ്ചപ്പാട്. മാർക്സിസമൊക്കെ അതിനെ നേരെ അട്ടിമറിക്കുന്ന കാഴ്ചപ്പാടാണല്ലോ. അപ്പോൾ ജാതിയുടെ പ്രത്യാഘാതമായിട്ട് മാത്രം ഉണ്ടായതാണ് സാമൂഹിക അകൽച്ചകൾ എന്നും ഗാന്ധി വിശ്വസിച്ചിരുന്നു. ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പുസ്തകം അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുള്ളത് ജോൺ റസ്കിൻ്റെ അൺടു ദൈ ലാസ്റ്റ് ആണ്. ഇത് മധുരയിൽ നിന്നാണ്. മധുരയിൽ ഈ ഗാന്ധിയുടെ മറ്റേ ഒരു കേന്ദ്രം ഉണ്ട്. കാരണം ഗാന്ധിയെ ഗോഡ്സെ വെടിവെച്ച് കൊന്നല്ലോ. കൊന്നപ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രമില്ലേ, ആ വസ്ത്രത്തിൽ നിന്ന് ചോര പുരണ്ട ഭാഗമുള്ള കുറച്ച് ഭാഗം ആ മധുരയിലും ഈ ഗാന്ധി കേന്ദ്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ സാധനങ്ങളൊക്കെ കുറേ അതിൻ്റെ അകത്തുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഈ ജോൺ റസ്കിൻ്റെ ഗാന്ധിയെ സ്വാധീനിച്ച പുസ്തകം അൺടു ദൈ ലാസ്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ ധാർമ്മിക വശം, സാമ്പത്തികത്തെക്കാൾ കൂടുതൽ മനുഷ്യനെ മാറ്റിത്തീർക്കാൻ, മാനസാന്തരം വരുത്താനായിട്ട് ധാർമ്മിക മൂല്യങ്ങൾക്കാണ് കഴിയുക എന്ന് ഗാന്ധി പഠിക്കുന്നത് ഈ ജോൺ റസ്കിൻ്റെ അൺടു ദൈ ലാസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നാണ്. ചെറിയ പുസ്തകമാണ്, 150 പേജോളെ വരുള്ളൂ അത്. അപ്പോൾ സാമ്പത്തിക സമത്വം അത് ആവശ്യമാണെന്ന് ഗാന്ധി കരുതുന്നു. അപ്പോൾ ഈ ആർക്കും, ഏത് മനുഷ്യനും, സമ്പന്നനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ, ജീവിക്കാൻ ആവശ്യമുള്ളത് മാത്രം മതി. ഇതാണ് കാഴ്ചപ്പാട്. ഒരുപാട് സമ്പത്തുണ്ടെങ്കിലും ഇത്രയേ വേണ്ടൂ, ജീവിക്കാൻ ആവശ്യമുള്ളതേ എടുക്കാവൂ. മുതലാളിയാണെങ്കിലും അത്രയേ എടുക്കാവൂ. അതാണ് സോഷ്യലിസം എന്നാണ് ഗാന്ധിയുടെ കാഴ്ചപ്പാട്. അല്ലാതെ ബോൾഷെവിസത്തിനെയല്ല പുള്ളി സോഷ്യലിസമായിട്ട് എടുക്കുന്നത്. അവനവന് വേണ്ടത് മാത്രം ഉപയോഗിക്കുക ചെറുതായിട്ട്. അത് രാജാവായാലും കർഷകനായാലും ഒരേ തലത്തിൽ ആണ് വർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ അതാണ് സോഷ്യലിസം. 1900. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സോഷ്യലിസ്റ്റ് പല സമൂഹങ്ങൾ, കമ്മ്യൂണുകൾ എന്നൊക്കെ പറഞ്ഞുണ്ടായിട്ടുണ്ടല്ലോ. ഗാന്ധി 1910 തന്നെ സൗത്ത് ആഫ്രിക്കയിൽ ടോൾസ്റ്റോയ് ഫാം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം, ഒരു കമ്മ്യൂൺ ഗാന്ധി തന്നെ ഉണ്ടാക്കി. ടോൾസ്റ്റോയ് ഫാം, ലിയോ ടോൾസ്റ്റോയ് ഇല്ലേ, സോവിയറ്റ് സാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് അത് തുടങ്ങിയത്. അത് ഈ ട്രാൻസ്വാൾ, സൗത്ത് ആഫ്രിക്കയിലെ ട്രാൻസ്വാളിൽ മനുഷ്യർക്കെതിരെ നടക്കുന്ന, ഇന്ത്യക്കാർക്കൊക്കെ എതിരെ നടക്കുന്ന വിവേചനത്തിനെതിരെ ഉള്ളൊരു കേന്ദ്രമായിട്ടാണ് ടോൾസ്റ്റോയ് ഫാം ഗാന്ധി തുടങ്ങുന്നത്. അതിന് പ്രചോദനം ടോൾസ്റ്റോയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന് പറഞ്ഞ പുസ്തകമാണ്. ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, യഹോവ സാക്ഷികളുടെ പ്രചോദനവും ടോൾസ്റ്റോയുടെ ഒരു പുസ്തകമാണ്. കാരണം ദൈവരാജ്യത്തിലാണ് മറ്റേ ടോൾസ്റ്റോയുടെ ഊന്നലേ.
ജനാധിപത്യ രാജ്യത്തിലല്ല, നമുക്ക് ദൈവരാജ്യം വരുമ്പോഴേ സമത്വം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ യഹോവ സാക്ഷികൾ വോട്ട് ചെയ്യാൻ പോകാത്തത്, ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നാണ് ഗാന്ധിയുടെ പ്രചോദനം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗാന്ധിയെ പ്രചോദിപ്പിച്ചത് മുഴുവൻ ആദ്യകാലത്ത് ഇവിടെ നിന്നുള്ള പുസ്തകങ്ങളൊന്നുമല്ല. റസ്കിൻ്റെ അണ്ടു ദ ലാസ്റ്റ്, ടോൾസ്റ്റോയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്, പുസ്തകങ്ങളാണ് സ്വാധീനിച്ചിട്ടുള്ളത് ആദ്യം. അതേവിടെ അല്ലായിരുന്നല്ലോ. ചെറിയ കാലത്ത് അദ്ദേഹത്തിന് രാമനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നെ വായിക്കുന്നുണ്ട്. അപ്പോൾ 1894 ടോൾസ്റ്റോ എഴുതിയ പുസ്തകമാണത്. അഹിംസയും അതിൽ നിന്നാണ് ഗാന്ധി സ്വീകരിക്കുന്നത്. അഹിംസ എന്ന് പറഞ്ഞ ആശയം സ്വീകരിക്കുന്നതും ഒക്കെ അതിൽ നിന്നാണ്. 1947 ഫെബ്രുവരി 23 1947 ആയപ്പോൾ ഗാന്ധി ഫെബ്രുവരി 23 ഹരിജൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം അവതരിപ്പിക്കുന്നുണ്ട്. ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം ചുരുക്കത്തിൽ പറഞ്ഞാൽ, വലിയ ധനികർ അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള സമ്പത്ത് അതൊരു ട്രസ്റ്റി എന്ന് കരുതി, ദൈവം അവരെ ഏൽപ്പിച്ചതാണെന്ന് കരുതിയിട്ട് ആ പണം ഏഴകൾക്ക് വേണ്ടിയും ചെലവാക്കണം, സമൂഹത്തിന് വേണ്ടിയും ചെലവാക്കണം. ഇതാണ് ഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം. സോഷ്യലിസത്തിന് ബദലായിട്ടുള്ള സിദ്ധാന്തമാണ് ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം 1947 ഫെബ്രുവരിയിലാണ് ഹരിജനിൽ എഴുതുന്നത്. ആ സമയത്ത് മാവോ സെതുങ് മറ്റേ ചൈനയിൽ മറ്റേ ലോങ് മാർച്ചൊക്കെ നടത്തുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ മാവോയുടെ വിപ്ലവം ഇന്ത്യയുടെ അയൽപക്കത്ത് മാർക്സിസം ലെനിനിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുമ്പോൾ ഒരു ബദൽ സിദ്ധാന്തം ഗാന്ധി ഇവിടെ അവതരിപ്പിക്കുന്നതാണ് ഈ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിസം ഒന്നും വേണ്ട എന്നുള്ളതുകൊണ്ട് സോഷ്യലിസത്തിനും ഗാന്ധിയുടെ വേറെ വ്യാഖ്യാനം നടക്കുന്നുണ്ട് എന്നാണ് ഞാനീ പറയുന്നത്. എം.എൻ. റോയി വേണ്ട, നമുക്ക് ബദലായിട്ട് നമ്മുടെ തന്നെ സിദ്ധാന്തങ്ങളുണ്ട്, അത് ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നുള്ള സിദ്ധാന്തങ്ങൾ ഗാന്ധിയും. അല്ലാതെ മാവോയുടെ സിദ്ധാന്തം ഇവിടെ വ്യാപിക്കാതിരിക്കാനായിട്ടൊരു തടയിടണമല്ലോ. അതാണ് ഗാന്ധി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗാന്ധി എന്താണ് പറയുന്നത്? വർഗസമരമല്ല, വർഗസഹകരണം. കർഷകനായാലും ധനികനായാലും എല്ലാം ലളിത ജീവിതം മതി എന്നുള്ളതാണല്ലോ. അതാണ്. അപ്പോൾ അതുകൊണ്ട് വർഗ സഹകരണമാണ് വേണ്ടത്. അടിമ ഉടമ എന്ന് പറഞ്ഞ വിഭജനം ശരിയല്ല. വർഗ സഹകരണം, പാവപ്പെട്ടവനും പണക്കാരനൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോവുക. ദൈവം അങ്ങനെയാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വം എടുക്കുക, സമ്പന്നൻ, മറ്റുള്ളവരെ കൂടി നോക്കാനുള്ളത്. ആ സമയത്ത് ഈ നിസ്സഹകരണം പറഞ്ഞാണല്ലോ ഞാൻ തുടങ്ങിയത്. നിസ്സഹകരണ സമരം 1920-21 കാലത്താണ് തുടങ്ങുന്നത്. ഇവിടെ കമ്മ്യൂണിസം ചെറുതായിട്ട് വേര് പിടിക്കാൻ തുടങ്ങുമ്പോഴാണ് ഗാന്ധിയുടെ നിസ്സഹകരണ സമരം, മാപ്പിള ലഹള, ഖിലാഫത്ത് എല്ലാം കൂടിച്ചേരുന്നത്. അപ്പോൾ അതിൻ്റെ നിസ്സഹകരണ സമരത്തിൻ്റെ തുടർച്ചയായിട്ട് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥിൻ്റെ സ്ഥലം. ഗോരഖ്പൂരിൽ ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ നിസ്സഹകരണ സമരത്തിൽപ്പെട്ട പ്രക്ഷോഭകർ ആക്രമിച്ചു. ഗാന്ധിയുടെ അഹിംസ ചൗരി ചൗര പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറി. 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ആക്രമണ സ്വഭാവമുള്ളതായിരുന്നു അഹിംസ, നിസ്സഹകരണ സമരം. അപ്പോൾ അങ്ങനെ അത് 1922 ഫെബ്രുവരി 14 ചൗരി ചൗരയിലെ പോലീസ് സ്റ്റേഷൻ ആക്രമണം. 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഗാന്ധി കുടുക്കിലായി ശരിക്കും. അങ്ങനെയാണ് നിസ്സഹകരണ സമരം അവസാനിപ്പിക്കുന്നത്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല അഹിംസ പാളം തെറ്റിയല്ലോ, പിന്നെ തീർന്നില്ല കഥ. അഹിംസ സത്യാഗ്രഹം തുടങ്ങിയ സംഗതി. അപ്പോൾ റോയി
ഗാന്ധിയെ വിമർശിക്കാനുള്ള പഴുത് കിട്ടി എം എൻ റോയിക്ക്. അപ്പോൾ ഗാന്ധി ഈ ഒരു മറ്റേ ഈ നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു പ്രേതം മാത്രമാണ് ഗാന്ധി, ഒരു ഗോസ്റ്റ്ലി ആൻസസ്റ്റർ ആണ് ഗാന്ധി എന്ന് എം എൻ റോയ് വിമർശിച്ചു. അത് മാനിഫെസ്റ്റോ ടു ദി 36th ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കാലത്ത് ഈ സോഷ്യലിസ്റ്റ് ആദർശങ്ങളുള്ളവർ വേറെ പാർട്ടിയൊന്നും ഉണ്ടാക്കാതെ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ നിലകൊള്ളുകയാണ്. അതാണല്ലോ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് EMSഉം കൃഷ്ണപിള്ളയൊക്കെ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ. കോൺഗ്രസ് സമ്മേളനം നടക്കുന്ന പന്തലിൽ വേറൊരു മൂലക്കിരുന്നിട്ടാണ് ഇവരുടെ മീറ്റിംഗ് ഒക്കെ കൂടുക അക്കാലത്ത്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് 36ാമത്തെ കോൺഗ്രസ് സമ്മേളനത്തിന് അവതരിപ്പിക്കുന്ന മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞു വരുന്ന എം എൻ റോയി ഉണ്ടാക്കി. എം എൻ റോയും കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു, അതിനൊരു മാനിഫെസ്റ്റോ. അപ്പോൾ ദേശീയതയല്ല നമുക്ക് വേണ്ടത്, ജനകീയ സമരങ്ങളാണ് എന്നാണ് ആ മാനിഫെസ്റ്റോയിൽ റോയ് പറഞ്ഞത്. അത് സമ്പന്നർക്കെതിരായ മുന്നണി ആണ് ആവശ്യം. ബൂർഷോകൾ അടിമ ഉടമ എന്ന് പറഞ്ഞ വിഭജനം, അതാണ് മാർക്സിസത്തിൻ്റെ കാഴ്ചപ്പാട്. രണ്ടാക്കുകയാണല്ലോ മാനവരാശിയെ, വിഭജനമാണ്. അപ്പോൾ ഖിലാഫത്ത് എന്ന് പറയുന്നത് ശരിക്കും ഈ പാവപ്പെട്ടവരുടെയൊക്കെ ഒരു പുനരുദ്ധാനം ആണെന്നും റോയ് സിദ്ധാന്തിച്ചു. റിഡംപ്ഷൻ ആണ് എന്ന് പറഞ്ഞു ഖിലാഫത്ത്. കാരണം മുസ്ലിം പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയത്. അപ്പോൾ ഖിലാഫത്തിനെ അനുകൂലിക്കുന്ന കാഴ്ചപ്പാടാണ് റോയിയുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മാപ്പിള ലഹള 1921 മലബാറിലുണ്ടായ മാപ്പിള ലഹള ഇന്ത്യയിലെ തൊഴിലാളി വർഗം വിപ്ലവ സജ്ജമാണ് എന്നുള്ളതിൻ്റെ തെളിവാണെന്ന് റോയി വ്യാഖ്യാനിച്ചു. അങ്ങനെ വ്യാഖ്യാനിച്ചു. അത് 1922 ഇന്ത്യ ഇൻ ട്രാൻസിഷൻ, ഇന്ത്യ മാറ്റത്തിൻ്റെ പാതയിലാണ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ റോയി അങ്ങനെ എഴുതി. മാപ്പിള ലഹളയെ ഇന്ത്യയിൽ തൊഴിലാളി വർഗം വിപ്ലവ സജ്ജമാണെന്നുള്ളതിൻ്റെ തെളിവാണെന്ന് എഴുതി. അവിടെ ഹിന്ദുക്കൾക്കെതിരെ നടന്ന ഈ ജിഹാദ് റോയ് വ്യാഖ്യാനിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഗാന്ധിയുടെ രാമരാജ്യം എന്നൊക്കെ പറയുന്നത് ഒരു സാമൂഹിക ഉന്നമനത്തിൻ്റെ, അങ്ങനെ ഒരു സമൂഹത്തിലുണ്ടാകുന്ന ഉന്നമനത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ് ആശയം എന്ന് റോയ് പറഞ്ഞു. അപ്പോൾ ശരിക്കും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അന്തസത്ത മതേതരത്വമായിരിക്കണം എന്ന് റോയ് സിദ്ധാന്തിച്ചു. മതേതരത്വം, അതായത് മതവിപ്ലവകാരികൾക്ക് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൽ സ്ഥാനമുണ്ട്. മതവിപ്ലവകാരികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ജിഹാദിസ്റ്റുകൾ, മുസ്ലിങ്ങൾ, ഈ മാപ്പിള ലഹളയൊക്കെ നടത്തിയ അത്തരം വിപ്ലവകാരികളാണ്. മതവിപ്ലവകാരികളെയും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളായിട്ട് കൂട്ടും എന്നുള്ള നില വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പ്രോഗ്രാം ഫോർ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊരു പരിപാടി എന്ന് പറഞ്ഞിട്ടൊരു ലഘുലേഖ റോയ് എഴുതി. അത് 1922 ഗയാ സമ്മേളനത്തിൽ വിതരണം ചെയ്തു. കോൺഗ്രസിൻ്റെ ഗയാ സമ്മേളനത്തിൽ വിതരണം ചെയ്തു. അതിൻ്റെ അകത്ത് മതത്തിനെ പറ്റി ഒരു പരാമർശമേ റോയ് നടത്തിയിട്ടുള്ളൂ. പക്ഷേ എം എൻ റോയിയുടെ സിദ്ധാന്തത്തിന് അനുകൂലമല്ല ലെനിൻ എന്ന് ഞാൻ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. രണ്ടുപേരും രണ്ട് തരത്തിലാണ്. ഗാന്ധിയെയും അംഗീകരിക്കുന്ന ആളായിരുന്നു ലെനിൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഗയാ സമ്മേളനത്തിന് ലെനിൻ ഒരു സന്ദേശം അയച്ചു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ ലെനിൻ്റെ സന്ദേശം വരുന്നത്. അപ്പോൾ എം എൻ റോയിയുമായിട്ട് വീണ്ടും വിച്ഛേദത്തിലാണ് ലെനിൻ എന്ന് ആ സന്ദേശത്തോടു കൂടി തെളിഞ്ഞു. കോൺഗ്രസിന് ലെനിൻ്റെ സന്ദേശം വന്നപ്പോൾ അവരുടെ പാർട്ടി കോൺഗ്രസിനല്ല, കോൺഗ്രസിൻ്റെ ഗയാ സമ്മേളനത്തിന്. അപ്പോൾ 1923 ഷൗക്കത്ത് ഉസ്മാനിയെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മറ്റേ
മോസ്കോയിലുമൊക്കെ ഉണ്ടായിരുന്ന വിപ്ലവകാരി, ആ സ്കൂളിലുമൊക്കെ പഠിച്ച. അപ്പോൾ ഷൗക്കത്ത് ഉസ്മാനി 1923 റോയിയുടെ അഭിപ്രായം അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളി വർഗം വിപ്ലവ സജ്ജമാണ് എന്ന് എഴുതി സിദ്ധാന്തിച്ചു. അപ്പോൾ കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളവും വിപ്ലവത്തിന് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും ഷൗക്കത്ത് ഉസ്മാനി പറഞ്ഞു. മണ്ടത്തര. പട്ടാളം ബ്രിട്ടൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ വിദേശ സഹായം ഇല്ലാതെ വിപ്ലവം നടത്താൻ പറ്റില്ലായിരുന്നു എന്ന് പിന്നീട് ഷൗക്കത്ത് ഉസ്മാനിക്ക് മനസ്സിലായി. അന്ന് 1923 പറഞ്ഞത് മണ്ടത്തരമായിരുന്നു എന്ന് ഷൗക്കത്ത് ഉസ്മാനി പിന്നീട് മനസ്സിലായി, ഏറ്റുപറഞ്ഞു. അപ്പോൾ മുഹാജിറുകൾ ഇങ്ങോട്ട് മടങ്ങി വന്നിട്ടില്ല ആ സമയത്ത്. മറ്റേ തുർക്കിയിലേക്ക് ഖലീഫയെ പുനഃസ്ഥാപിക്കാൻ ഇവിടുന്ന് കുറേ ആളുകൾ പോയല്ലോ, അവർ മടങ്ങി വന്നിട്ടില്ല. അപ്പോൾ എം.എൻ. റോയി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂതന്മാരെ ഇന്ത്യയിലേക്ക് വിപ്ലവ ഗ്രൂപ്പുകളെ സംഘടിപ്പിക്കാൻ വേണ്ടി അയക്കാൻ തുടങ്ങി. അങ്ങനെ നളിനി ഗുപ്തയെ അയച്ചു ഇന്ത്യയിലേക്ക്. നളിനി ഗുപ്ത സ്ത്രീയല്ല, പുരുഷനാണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ശ്രീ മറ്റേ അരവിന്ദ മഹർഷിയുടെ ശിഷ്യനും ഒക്കെ ആയിരുന്നു. കുറെ കഴിഞ്ഞ് പോണ്ടിച്ചേരിയിൽ അരവിന്ദാശ്രമത്തിൽ അന്തേവാസിയുമൊക്കെ ആയിരുന്നു നളിനി ഗുപ്ത. 1921 മോസ്കോയിൽ നിന്നാണ് നളിനി ഗുപ്തയെ അയക്കുന്നത് ഇന്ത്യയിൽ വിപ്ലവകാരികളെ സംഘടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഈ എം.എൻ. റോയിയെ ലെനിൻ്റെയൊക്കെ അടുപ്പത്തിൽ നിന്ന് നീക്കിക്കളയാൻ വേണ്ടി ബെർലിൻ ഗാങ്ങിൻ്റെ കൂടെ മോസ്കോയിലെത്തിയ ആളാണ് നളിനി ഗുപ്ത. പക്ഷെ മോസ്കോയിൽ എത്തിയ ശേഷം നളിനി ഗുപ്ത റോയിയുടെ പക്ഷത്ത് ചേർന്നു. രണ്ടുപേരും ബംഗാളിൽ നിന്നുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് നളിനി ഗുപ്ത ഗ്രൂപ്പ് മാറി. അങ്ങനെ റോയിയുടെ കൂടെ ചേർന്നു. നളിനി ഗുപ്ത കവിയായിരുന്നു, ലിംഗ്വിസ്റ്റ് ആയിരുന്നു, ഭാഷ നൈപുണ്യം ഉള്ള ആളാണ്, വിവിധ ഭാഷകൾ അറിയാവുന്ന ആൾ ആയിരുന്നു. പിന്നെ ബ്രാഹ്മണൻ ആണ് നളിനി ഗുപ്ത. ഫരീദ്പൂറിൽ ജനിച്ച ആളാണ്, ബംഗാളിലെ. അരവിന്ദ മഹർഷിയൊക്കെ ആകുന്നതിന് മുമ്പ് വിപ്ലവകാരിയായിരുന്നു എന്നറിയാമല്ലോ. മറ്റേ തീവ്ര വിപ്ലവകാരി ഗ്രൂപ്പിലൊക്കെ പെട്ട ആളായിരുന്നു. ബോംബ് കേസിൽ, ആലിപ്പൂർ ബോംബ് കേസിലൊക്കെ പ്രതിയാക്കപ്പെട്ട ആളാണ്. നമ്മൾ ഈ ബോംബ് കേസിലൊക്കെ പ്രതിയായിക്കഴിഞ്ഞാൽ, മുമ്പ് നക്സലൈറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഈ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പോലീസ് എവിടെ എന്ത് കവർച്ച നടന്നാലും ഇയാളാണ് ചെയ്തതെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിലൊക്കെ ആക്കുമല്ലോ. അതെല്ലാവർക്കും ബാധകമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പിന്നെ പ്രഭാഷകനൊക്കെ ആവും എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് ഈ ഫിലിപ്പം പ്രസാദൊക്കെ പിന്നീട് മാറി മതപ്രഭാഷകനൊക്കെ ആകുന്നത്. പിന്നെ പോലീസിന്റെ ശല്യം ഉണ്ടാവില്ല, സഹിക്കാൻ വയ്യാതെ വരുമ്പോഴാണ്. അപ്പോൾ അരവിന്ദ മഹർഷിയും മറ്റേ മതപ്രഭാഷണമല്ല, മതാചാര്യനായിട്ട് മാറി പോണ്ടിച്ചേരിയിൽ ആശ്രമമൊക്കെ സ്ഥാപിക്കുന്നതോടുകൂടി പിന്നെ പോലീസ് അദ്ദേഹത്തിനെ ബോംബ് കേസ് എന്നൊക്കെ പറഞ്ഞ് ചെല്ലാതായി. അപ്പോൾ നളിനി ഗുപ്ത പിൽക്കാലത്ത് ആ ആശ്രമത്തിൽ ചെല്ലുന്നുണ്ട്. ഇദ്ദേഹത്തിനെയും നളിനി ഗുപ്തയെയും ആലിപ്പൂർ ബോംബ് കേസിൽ പോലീസ് പിടികൂടിയിരുന്നു, അരവിന്ദ മഹർഷിയെ പോലെ. അതിൽ നിന്ന് മോചനം നേടിക്കഴിഞ്ഞപ്പോൾ അരവിന്ദോയുടെ ധർമ്മ എന്ന് പറഞ്ഞ മാസികയിൽ പ്രവർത്തിച്ചു. കർമ്മയോഗിൻ എന്ന് പറഞ്ഞ മാസികയിലും നളിനി ഗുപ്ത സബ് എഡിറ്ററായിരുന്നു, സഹപത്രാധിപർ. അപ്പോൾ ഈ നളിനി ഗുപ്ത പിന്നീട് മോസ്കോയിലേക്ക് പോകുന്നു. ഇവിടെ വിപ്ലവകാരിയായ ശേഷം 1921 നവംബർ മുതൽ 1922 മാർച്ച് വരെ എം.എൻ. റോയി നളിനി ഗുപ്തയെ ഇന്ത്യയിലെ വിപ്ലവ ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കാനായിട്ട് അയച്ചു. എന്ന് പറഞ്ഞാൽ ഇവിടെ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ ബംഗാളിലെ പഴയ തീവ്രവാദികളെ, ഹിന്ദു തീവ്രവാദികളെ നളിനി ഗുപ്ത കണ്ടു. അപ്പോൾ അരവിന്ദ മഹർഷിയുടെ കൂടെ വിപ്ലവകാരികളായിരുന്നവരെയൊക്കെ നളിനി ഗുപ്ത പോയി കണ്ടു. മദ്രാസിൽ എം ശിങ്കാരവേലു ചെട്ടിയാരെ കണ്ടു. അപ്പോൾ ബോംബെയിൽ പോയി ഡാംഗയെ കണ്ടു.
ഡാങ്കെ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ മാസിക തുടങ്ങി. ലാഹോർ അന്ന് ഇന്ത്യയുടെ ഭാഗമാണല്ലോ. ലാഹോറിൽ പോയിട്ട് ഗുലാം ഹുസൈനെ കണ്ടു. ഗുലാം ഹുസൈൻ ഇൻക്ലാബ് പത്രം നടത്താൻ തുടങ്ങി. ഇൻക്ലാബ് റോയി, എം.എൻ. റോയിയാണ് ഇൻക്ലാബ് പത്രത്തിന് പണം കൊടുത്തത് ഗുലാം ഹുസൈന്. ഉത്തർപ്രദേശിൽ ഷൗക്കത്ത് ഉസ്മാനിയെ അയച്ചിട്ട് ഷൗക്കത്ത് ഉസ്മാനി അവിടെ വിപ്ലവകാരികളുടെ സെല്ലുകൾ, പക്ഷെ മുസ്ലിങ്ങളാണ് ഉസ്മാനിയൊക്കെ ഉണ്ടാക്കുന്ന സെല്ലുകളിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ഉണ്ടായത്. പക്ഷെ കൂടുതലും അതിൻ്റെ അകത്ത് ബംഗാളിലൊക്കെ ആയിരുന്നുകൊണ്ട് മുസ്ലിങ്ങളാണ് കൂടുതലായിട്ടുണ്ടായത്. മുസഫർ അഹമ്മദ്, ഇവിടെ കെ.എൻ. കുഞ്ഞഹമ്മദ്, പി.കെ. പോക്കറൊക്കെ പറഞ്ഞ പോലെ മുസ്ലിം സ്വത്വ രാഷ്ട്രീയം ആണ് മാർക്സിസം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ചിറ്റഗോങ്ങിലാണ് മുസഫർ അഹമ്മദ് ജനിച്ചത്. ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള ചിറ്റഗോങ്ങിൽ മദ്രസയിലാണ് ആദ്യം വിദ്യാഭ്യാസമൊക്കെ ചെയ്തത്. അദ്ദേഹം ബംഗാളിലൊരു മുസ്ലിം സാഹിത്യ സമിതി ഉണ്ടായിരുന്നു, അതിൻ്റെ ഭാരവാഹിയായിരുന്നു. ബംഗിയ മുസൽമാൻ സാഹിത്യ സമിതി എന്നായിരുന്നു അതിൻ്റെ പേര്. ഹിന്ദുക്കൾക്കിടയിൽ മുസ്ലിം സംസ്കാരം വളർത്തുക, പ്രചരിപ്പിക്കുക ഹിന്ദുക്കൾക്കിടയിൽ എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിൽ അബ്ദുൾ റസാഖ് ഖാൻ, അബ്ദുൾ ഹാലിം ഒക്കെ അതിൽ അംഗങ്ങളായിരുന്നു. അവർ പിന്നീട് കമ്മ്യൂണിസ്റ്റുകളായി. അപ്പോൾ ഇതിൽ ഈ അബ്ദുൾ ഹാലിം എന്ന് പറഞ്ഞാൽ ബംഗാളിലെ ബർദ്വാനിൽ ജനിച്ച ആളായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ, ഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു. അതിൽ മോചനശേഷം മുസഫർ അഹമ്മദിനെ പോയി കണ്ടു. ഈ അബ്ദുൾ ഹാലിം മുസഫർ അഹമ്മദിനെ കണ്ടു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ചേർന്ന് വർക്കേഴ്സ് ആൻഡ് പെസൻസ് പാർട്ടി ഉണ്ടാക്കി. ഇതാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, വർക്കേഴ്സ് ആൻഡ് പെസൻസ് പാർട്ടി. പാർട്ടി സംഘാടകനാണ് അബ്ദുൾ ഹാലിം. മുസഫർ അഹമ്മദിൻ്റെ കൂടെ അബ്ദുൾ ഹാലിമായിരുന്നു കുറച്ചുകൂടി വലിയ സംഘാടകൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുസഫർ അഹമ്മദിനെ പിന്നീട് ഗൂഢാലോചന കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്. മീററ്റ് ഗൂഢാലോചന കേസിൽ മുസഫർ അഹമ്മദിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ മുഹമ്മദ് ഹാലിം ആയി സംഘാടകൻ. അപ്പോൾ 1933-34 അബ്ദുൾ ഹാലിമാണ് ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റി ഉണ്ടാക്കുന്നത്. 1933-34 കേരളത്തിൽ 36-ലാണല്ലോ ഉണ്ടാകുന്നത് പാർട്ടി ഉണ്ടാകുന്നത് ഇവിടെ. അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് ഹാലിമിൻ്റെ മകൻ ഹാഷിം 1982-2011 കാലത്ത് ബംഗാളിൽ സ്പീക്കറായിരുന്നു നിയമസഭയിൽ. അപ്പോൾ മുസഫർ അഹമ്മദ് ഈ ബംഗാളിലെ കവി നസ്രുൽ ഇസ്ലാമിൻ്റെ ധൂമകേതു എന്ന് പറഞ്ഞ പത്രത്തിൽ 1922 മുതൽ സബ് എഡിറ്ററായിരുന്നു. ധൂമകേതു നസ്രുൽ ഇസ്ലാമിൻ്റെ പത്രം, ഇസ്ലാം പ്രചരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അത്. അതിൽ ദ്വൈപായന എന്നുള്ള പേരിൽ മുസഫർ അഹമ്മദ് തൂലികാനാമത്തിൽ ദ്വൈപായന ലേഖനങ്ങൾ എഴുതി തുടങ്ങി. ഇതിനാണ് നമ്മൾ തക്കിയ എന്ന് പറയുന്നത്. ഹിന്ദു പേരില്ലേ, ഹിന്ദു ആണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. എന്നാൽ ലേഖനങ്ങൾ എഴുതുന്നത് ഇസ്ലാമിനെ അനുകൂലിക്കുന്ന ലേഖനങ്ങളാണ്. നസ്രുൽ ഇസ്ലാമിൻ്റെ പത്രമാണ്, അതിൻ്റെ പേര് ധൂമകേതു എന്നാണ്. ദ്വൈപായന എന്നുള്ള പേരിലാണ് മുസഫർ അഹമ്മദ് എഴുതുന്നത്. എഴുതുന്ന ആൾ മുസഫർ അഹമ്മദാണെന്ന് ആർക്കും അറിയേയില്ല. അപ്പോൾ ദ്വൈപായന എന്നുള്ളത് പേര്. ദ്വൈപായന എന്ന് പറയുന്നത് വ്യാസൻ്റെ പേരല്ലേ. അപ്പോൾ കോൺഗ്രസ് വിരുദ്ധ ലേഖനങ്ങളാണ് എഴുതുന്നത്, ഖിലാഫത്ത് അനുകൂല ലേഖനങ്ങളാണ് ആ സമയത്ത് എഴുതുന്നത്. 1921 ജനുവരിയിൽ അഹമ്മദ് പിന്നെ ഈ നസ്രുൽ ഇസ്ലാമും ഖിലാഫത്ത് പുനഃസ്ഥാപനത്തിന് വേണ്ടി, തുർക്കിയിലെ ഖിലാഫത്ത് പുനഃസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ അതാണ് ശരിക്കും മുസഫർ അഹമ്മദ് ജിഹാദിയാണെന്നർത്ഥം. അതാണ്. അപ്പോൾ ഈ സമയത്ത് ഹാഫിസ് മസൂദ് സയ്യദ് ബംഗാളിലെത്തുന്നു ഈ ഗ്രൂപ്പുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ. ആരാണ് ഹാഫിസ് മസൂദ്
സയ്യിദ് ദിയോബന്ദ് മദ്രസയില്ലേ ഉത്തർപ്രദേശിൽ, ഇപ്പോഴത്തെ താലിബാൻ നേതാക്കളൊക്കെ പഠിച്ച മദ്രസ ഉത്തർപ്രദേശിൽ, ആ ദിയോബന്ദ് മദ്രസയിൽ പഠിച്ച ആളാണ് അദ്ദേഹം. വേറൊരു കമ്മ്യൂണിസ്റ്റ് ദിയോബന്ദ് മദ്രസയിൽ നിന്നാണ് വരുന്നത്. 1867 ഉത്തർപ്രദേശിൽ ദിയോബന്ദ് മദ്രസ ആരംഭിക്കുന്നത്. അത് ബ്രിട്ടീഷ് ഇന്ത്യയെ ദാറുൽ ഹർബ് ആയിട്ടാണ് ദിയോബന്ധുകൾ കരുതിയത്. എന്ന് പറഞ്ഞാൽ ഒരു നരകമായിട്ടാണ് കരുതിയിരുന്നത്. അലിഗഡിലെ ഈ പ്രൊഫസർ ഖ്വാജ അബ്ദുൽ ഹായ് 1923 അലിഗഡിലെ പ്രൊഫസർ ഖ്വാജ അബ്ദുൽ ഹായ് ദിയോബന്ദ് മദ്രസയിൽ നിന്ന് തന്നെ ഉള്ളായിരുന്നു. 1915 ഹിജറാത്ത് നടന്നു എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ, തുർക്കിയിലേക്ക് ഇവിടെ നിന്നുള്ള യാത്ര, മുസ്ലിങ്ങളുടെ പലായനം, അതിന് പ്രചോദനമായി നിന്ന ആളാണ് അലിഗഡിലെ ഈ പ്രൊഫസർ. അപ്പോൾ ഈ മുസഫർ അഹമ്മദ് മറ്റേ ഷൗക്കത്ത് ഉസ്മാനിയെ 1923 അലിഗഡിലേക്ക് അയച്ചു വിപ്ലവ പ്രവർത്തനത്തിന്. ഈ ഹായിയൊക്കെ പോയി ഷൗക്കത്ത് ഉസ്മാനി കാണുന്നുണ്ട്. 1923 ഷൗക്കത്ത് ഉസ്മാനിയെ കാൺപൂർ ഗൂഢാലോചന കേസിലെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഓരോരുത്തരെ മീററ്റ്, ആലിപ്പൂര്, കാൺപൂർ ബോംബുണ്ടാക്കാൻ ശ്രമിച്ചു, വിപ്ലവം നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഓരോ ഗൂഢാലോചന കേസുകളിൽ പെടുത്തുന്നുണ്ട്. ഈ ഗൂഢാലോചന കേസുകൾ നമുക്ക് വേറൊരു എപ്പിസോഡില്ലേ, ഗൂഢാലോചന കേസുകളെല്ലാം കൂടി നമുക്ക് പറയാം. ആ സമയത്ത് അബ്ദുൾ റസാഖ് ഖാൻ എന്ന് പറഞ്ഞൊരാൾ ഈ വിപ്ലവ ഗ്രൂപ്പ്, കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ എത്ര മുസ്ലിങ്ങളാണെന്ന് നോക്കൂ. അതെ, അബ്ദുൾ റസാഖ് ഖാൻ വരുന്നു. അക്രം ഖാൻ എന്ന് പറഞ്ഞൊരാളുടെ മരുമകനാണ് അബ്ദുൾ റസാഖ് ഖാൻ. വഹാബിയ. അപ്പോൾ വഹാബി പ്രസ്ഥാനം അല്ലേ ഇപ്പോൾ സൗദിയിലൊക്കെ ഉള്ള. അപ്പോൾ അബുൽ കലാം, കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന അബുൽ കലാം ആസാദിനൊപ്പം മുഹമ്മദൻ സീക്രട്ട് സൊസൈറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് അക്രം ഖാൻ. അക്രം ഖാൻ്റെ മരുമകനാണ് അബ്ദുൾ റസാഖ് ഖാൻ. 1921 അക്രം ഖാനോട് മുസഫർ അഹമ്മദ് ഖുറാൻ ബംഗാളിയിലേക്ക് പരിഭാഷ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഖുറാൻ ബംഗാളിയിലാക്കാൻ ഈ അക്രം ഖാനോട്. പിൽക്കാലത്ത് ഈ അക്രം ഖാൻ ഹസ്നാബാദിൽ നിന്ന് MLA ആകുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ ഇസ്ലാം, അതാണ് ശരിക്കും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ബംഗാളിലൊക്കെ പേര് പിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോർ എന്ന് പറയുന്നത്. ജിഹാദും ഇസ്ലാമും, ബ്രിട്ടീഷ് വിരുദ്ധ ഇസ്ലാമും. അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകൾ നമുക്ക് സംഘടിപ്പിക്കാം എന്ന് ഈ ദിയോബന്ദികൾ പോലും, ദിയോബന്ദ് മദ്രസയിൽ നിന്നുള്ള പലരും പ്രസ്ഥാനത്തിൽ ഉണ്ടെന്ന് ഇപ്പോൾ കണ്ടില്ലേ, അവരും കരുതുന്നത് ബ്രിട്ടനെതിരെ നമുക്ക് യുദ്ധം ചെയ്യാൻ പുതുതായിട്ട് ഉണ്ടായ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നുഴഞ്ഞു കയറാം എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അനുശീലൻ സമിതി അംഗങ്ങളെ റോയ്, MN റോയ് ഈ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളിൽ പിടിച്ച് ചേർക്കുന്നതിൽ മുസഫർ അഹമ്മദിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഞാൻ ഈ എപ്പിസോഡിൻ്റെ ആദ്യം പറഞ്ഞെടുത്ത് നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ബെമ്പവരിയാണ്, താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ അങ്ങനെ വരണ്ട ഈ പ്രസ്ഥാനത്തിൽ എന്നാണ്. അതുകൊണ്ട് MN റോയ്ക്ക് അത്തരം കത്തുകൾ മുസഫർ അഹമ്മദ് എഴുതിക്കൊണ്ടിരുന്നു. പഴയ ഈ ഹിന്ദു ഭീകര സംഘടനകളുടെ ആളുകളൊന്നും നമുക്കിതിൽ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിയന്ത്രണത്തിൽ. മുസഫർ അഹമ്മദ് പറയാത്തത് എന്താണ്, അതിൻ്റെ മലയാളം എന്താണ്, നമുക്ക് ജിഹാദികളെ മതി ഇതിൻ്റെ അകത്ത്, അത് ഞാൻ കൊണ്ടുവന്നോളാം, അങ്ങയുടെ സഹായമൊന്നും വേണ്ട എന്നാണല്ലോ. അപ്പോൾ ഹിന്ദു വരേണ്യർ ഇതിൻ്റെ അകത്ത് ഉണ്ടാകരുത്, ഹിന്ദുക്കൾ ഇത് പിടിച്ചടക്കരുത്. ബംഗാളിലുണ്ടായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അനുശീലൻ സമിതിയിലുള്ളവർ മത തീവ്രവാദികളാണ്, അവരെ വേണ്ട എന്നാണ് മുസഫർ അഹമ്മദ് പറഞ്ഞത്. അവർ വന്നു കഴിഞ്ഞാൽ ഇത് മതേതര സംഘടനയാവില്ല നമ്മുടെ പ്രസ്ഥാനം എന്നാണ് മുസഫർ അഹമ്മദ് പറഞ്ഞത്. ഇതാണ് ആദ്യകാല മഹാനായ കമ്മ്യൂണിസ്റ്റ് എന്നിവിടെ EMS ഉം P ഗോവിന്ദപിള്ളയൊക്കെ വിശേഷിപ്പിച്ച മുസഫർ അഹമ്മദ്.
ശരിക്കും ജിഹാദി ആയിരുന്നു മുസഫർ അഹമ്മദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.